അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. സ്നേഹമുള്ളവരെ, സൂറത്ത് ഹൂദിലെ 6-ാമത്തെ വചനം. ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജന്തുജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും ഉപജീവന മാർഗത്തിനുള്ള വഴിയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്താണ് ഞാൻ ഓതി വച്ചിട്ടുള്ളത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു ജീവിയുമില്ല, ഇല്ല അലല്ലാഹി റിസ്ഖുഹ, അവയുടെ ഉപജീവനം അള്ളാഹു ഉത്തരവാദിത്തമേറ്റിട്ടല്ലാതെ. എല്ലാ ജീവികൾക്കും ജീവിതത്തിൻ്റെ ആവശ്യത്തിനും പ്രകൃതിക്കുമനുസരിച്ചുള്ള വിഭവങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവയുടെ വാസസ്ഥലവും സങ്കേതവും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്, അവന് രേഖയിൽ ക്ലിപ്തപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമുക്കറിയാം, ചെടികൾക്ക് ജീവനുണ്ട്, പക്ഷി മൃഗാദികൾക്ക് ജീവനും ആത്മാവുമുണ്ട്. മനുഷ്യന് ജീവനുണ്ട്, ആത്മാവുണ്ട്, ബുദ്ധിയുണ്ട്. ഈ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ബാധകമാകുന്നത്. ബുദ്ധിയില്ലാത്ത ജീവികൾക്ക് അള്ളാഹുവിൻ്റെ ശരീഅത്ത് ബാധകമല്ല. ആത്മാവും ബുദ്ധിയുമില്ലാത്ത ജീവനുള്ള ചെടികൾക്കും ഈ നിയമവ്യവസ്ഥ ബാധകമല്ല. എന്നാൽ അവയൊക്കെ അവയുടെ ധർമ്മം നിർവഹിക്കുന്നതിനും ജീവിതത്തിൽ പ്രകൃതി തേടുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതിനും അവയ്ക്കൊട്ട് തടസ്സമില്ല. അപ്പോൾ കുയില് പാട്ടുപാടുന്നതും മയില് നൃത്തം വെക്കുന്നതും ഒരു സംഗീത ടീച്ചറെടുത്തോ ഡാൻസ് അധ്യാപകരെടുത്തോ പോയി പഠിച്ചിട്ടല്ല. കുയിലായി ജനിക്കുന്നവരെല്ലാം കുയിലിൻ്റെ പാട്ടുപാടും, മയിലിൻ്റെ ആട്ടം നടത്തും, മുയലിൻ്റെ ചാട്ടം ചാടും. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യനാണ് ജീവിതം വഴിമുട്ടി നിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഏറ്റവും ബുദ്ധിയില്ലാത്തവരായി പറയൽ കഴുതനെയാണ്. മനുഷ്യന്മാർ ദേഷ്യം പിടിച്ചാൽ കഴുതനെ ചീത്ത പറയാം. കഴുത ഒരിക്കലും വഴിമുട്ടി ആത്മഹത്യ ചെയ്യാറില്ല. മനുഷ്യനാണ് ജീവിതം വഴിമുട്ടിപ്പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമ്പത്ത് നേടിയെടുക്കലാണ് എന്ന ഒരു അജണ്ടയിലേക്ക് മാറിയിട്ട് കാലങ്ങളേറെയായി. മതമുള്ള മനുഷ്യനും മതത്തെ കൈയൊഴിക്കുന്നത് സമ്പത്ത് സമ്പാദിക്കുന്ന വിഷയത്തിലാണ്. ആദർശങ്ങളും മൂല്യങ്ങളും ബലി കഴിക്കുന്നത് പലരും സാമ്പത്തിക ഇടപാടിൻ്റെ വ്യവസ്ഥയിലാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് നമ്മളൊക്കെ നാട്ടിൽ കുട്ടികളെ സ്കൂളിൽ ചേർത്തിയാൽ അധ്യാപകരെ ഏൽപ്പിക്കലാണ്. ടീച്ചറെ, എൻ്റെ കുട്ടിയുണ്ട്, നിങ്ങളെ സ്കൂളിൽ വിട്ടോ നോക്കണേ എന്ന് പറയലാണ്. ഇപ്പോൾ ടീച്ചർമാരെ കുട്ടികളെ നിങ്ങൾ നോക്കണം എന്ന് പറയുന്നിടത്തേക്കപ്പുള്ളത്. കാരണം ടീച്ചർമാരടക്കം ലഹരിയുടെ മാഫിയയിൽ പെടുകയും ലക്ഷങ്ങളും കോടികളുമൊക്കെ ധനമിടപാടിന് മധ്യസ്ഥം വഹിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തു എന്നതാണ് ഈ പോയ വാരത്തിലെ ഏറ്റവും പുതിയ വാർത്തകൾ.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചൂണ്ടയിൽ കുടുങ്ങിയതാണ് 2-3 ആളുകൾ. മറക്കപ്പുറത്ത് എത്രയോ ആളുകൾ ഇതിൻ്റെ ഇരകളായി ജീവിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ പണ്ട് കാലത്ത് ഗുരുക്കന്മാരെ കുറിച്ചുള്ള എത്ര മഹിതയുള്ള വാക്കുകളുണ്ട്. മലയാളത്തിലെ കാരൂർ നീലകണ്ഠൻ നായരുടെ പൊതിച്ചോർ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് മലയാളത്തിൽ. ഇന്ന് പൊതിച്ചോറ് വിവാദ പ്രസ്താവനയാണ്. അന്ന് അധ്യാപകർക്ക് ശമ്പളമില്ലാത്ത കാലത്ത്, കാരൂരിൻ്റെ പൊതിച്ചോറ് എഴുതുന്ന കാലത്ത് 12 രൂപയാണ് മാസ ശമ്പളം ഒരു അധ്യാപകന്, അതൊരു ഹെഡ് മാസ്റ്റർക്ക്. 8 അംഗ കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ് ഈ ഹെഡ് മാസ്റ്റർ. ജോലി ഭാരം കൂടുതലുണ്ട്. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൻ്റെ സഹായമൊന്നുമില്ല. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നിലവാരത്തിൽ ജീവിക്കും വേണം. ആള് ഗവൺമെൻറ് ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ പറ്റ താഴ്ന്ന നിലവാരം പറ്റൂലല്ലോ. പക്ഷേ നിലവാരത്തിന് ജീവിക്കാൻ അദ്ദേഹത്തിനടുത്ത് കാശുമില്ല. അവസാനം കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് കൊണ്ടുവന്ന് വെച്ച പൊതിച്ചോറ് ഇദ്ദേഹം ചിന്തിക്കുന്നത് രാവിലെ കുട്ടികൾ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ ജീവിതം ഇപ്പം തലവിന്നി വീഴുന്ന ഒരു പരിതസ്ഥിതിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഹെഡ് മാസ്റ്റർ ആ കുട്ടിയുടെ പൊതിച്ചോറ് അഴിച്ച് ഭക്ഷിക്കുകയാണ്. അവസാനം കുട്ടി ഉച്ചക്ക് കൈയും കഴുകി വന്നപ്പോൾ ചോറ് കാണുന്നില്ല. കുട്ടി പരിഭവം പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, അവസാനം ക്ലാസ് അധ്യാപകനോട് പറഞ്ഞു. അവസാനം എല്ലാവരും വന്നിട്ട് ഈ പൊതിച്ചോറ് തിരയാണ്. അന്ന് രാത്രി ആ ഹെഡ് മാസ്റ്റർ മാനേജർക്ക് എഴുതുന്നൊരു കത്തുണ്ട്. അദ്ദേഹം ചോറ് തിന്നതിൻ്റെ കുറ്റബോധം പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ സർവീസിൽ സസ്പെൻഡ് ചെയ്യാൻ മാനേജർക്ക് അധികാരമുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ നിസ്സഹായ ഭാവമാണ് കാരൂരിൻ്റെ പൊതിച്ചോറ്. വായിക്കേണ്ട കഥയാണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ആ കഥ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ സൂചിപ്പിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് കാലത്തും അദ്ദേഹത്തിന് ആ ചോറ് കഴിച്ചിട്ട് ഉറക്കം വരുന്നില്ല. അരുതായ്മ സംഭവിച്ചു പോയല്ലോ എന്നുള്ള മനസാക്ഷി കുത്തുകൊണ്ടാണ് അദ്ദേഹം കത്തെഴുതുന്നത്. ഇത് പഴയ കഥയാണ്. ഇന്ന് അവർ സമൂഹത്തിൽ ആഡംബര ജീവിതം നയിക്കാൻ, ലക്ഷറി കാറിൽ സഞ്ചരിക്കാൻ, 13,000 ശമ്പളം വാങ്ങുന്ന ടീച്ചർ വലിയ ലക്ഷറി കാറിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ലഹരി മാഫിയയുടെ കെണിയിൽപ്പെടുന്നത് എന്നാണ് പത്രവാർത്തകൾ നമ്മോട് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ ദിഅ്ബാനി ജാഇആനി ഉർസിലാ ഫി ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൻ അലൽ മാലി വശറഫി ലിദീനിഹി. മനുഷ്യന്മാർക്ക് സമ്പത്തിനോടുള്ള ആർത്തി എത്രയാന്ന് വെച്ചാൽ, ഉദാഹരണം പറയാം, റസൂലുള്ളാഹ് സമ്പത്ത് കിട്ടിയിട്ട് അത് വാരിയെടുക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയെ റസൂലുള്ളാഹ് പറഞ്ഞു. വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടുള്ള 2 ചെന്നായ ഒരാട്ടിൻ പറ്റത്തിലേക്കാണ് കടന്നു ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? കുറേ എണ്ണത്തിനെ കടിച്ച് ചോര ഒലിപ്പിച്ച് ജീവൻ പോയിട്ടുണ്ടാവും. ചിലതിൻ്റെ കുറച്ച് മാംസം തിന്നിട്ടുണ്ടാവും, ചിലതിനെ കുറേ തിന്ന് ബാക്കിയാക്കിയിട്ടുണ്ടാവും. ഏതായാലും രക്ഷപ്പെട്ട ഒരാടും ഉണ്ടാവില്ല. എല്ലാ ആടുകളെയും ഈ ചെന്നായ കടിച്ച് നശിപ്പിച്ചാണ്. ഇതിനേക്കാൾ കുഴപ്പക്കാരാണ് കേട്ടോ സമ്പത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യന്റെ സ്വഭാവം. ആ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി ചെന്നായ ആട്ടിൻപറ്റത്തെ നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നാശകരമായ സ്വഭാവത്തിൻ്റെ ഉടമകളാണ് മനുഷ്യൻ എന്ന് റസൂലുള്ളാഹ് ഓർമ്മപ്പെടുത്തുക. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതം നമ്മൾ പലപ്പോഴും നമ്മളല്ലാതെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മൾ വീട് വെക്കുന്നത് നമുക്ക് താമസിക്കാൻ വേണ്ടി മാത്രമല്ല, ആളുകൾക്ക് കാണാനും കൂടിയാണ്. ആളുകൾ ചോദിക്കൂലേ, ആളുകൾ വിചാരിക്കൂലേ, ആളുകൾ എന്ത് കരുതും,
ഇതാണ് നമ്മൾ ചിന്തിക്കുക. ആളുകൾ എന്ത് കരുതും? ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു വീട് വച്ചാൽ, ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു ചെറിയ കാറ് വാങ്ങിയാൽ ആളുകൾ എന്ത് വിചാരിക്കും? അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കടം വാങ്ങിയും കൈക്കൂലി വാങ്ങിയും കരിഞ്ചന്ത നടത്തിയും കള്ളക്കടത്തിൽ ഏർപ്പെട്ടും കാശുണ്ടാക്കും. എന്തിന്? സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന കൃത്രിമ മാന്യത നേടിയെടുക്കാൻ വേണ്ടി. അവിടെ ഹക്കും ബാത്തിലും മെല്ലെ നമുക്കതിൻ്റെ അളവ്, അതിൻ്റെ തോതിന് മാറ്റം വരുത്തേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഹ്റുമു ഇബ്നു ആദം, മനുഷ്യ മക്കൾക്ക് ഇങ്ങനെ വയസ്സാവും. അപ്പം നമ്മളൊക്കെ അറിയാതെ നമുക്ക് വയസ്സാവുമല്ലോ. അങ്ങനെ വാർദ്ധക്യത്തിലെത്തും മനുഷ്യൻ. പക്ഷെ അപ്പോഴും വതശിബ്ബു മിൻഹു ഇസ്നത്താൻ, രണ്ട് കാര്യങ്ങൾ യുവാവായി നിലനിൽക്കും. ശരീരം വയസ്സ് അറിയിക്കുകയും പ്രായാധിക്യത്തിൻ്റെ അവശതകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്താലും ആ ശരീരത്തിൽ രണ്ടെണ്ണം യുവാവായി നിൽക്കും. ഒന്ന് അൽ ഹിർസു അലൽ മാലി, സമ്പത്തിനോടുള്ള ആർത്തിയാണത്. 85 വയസ്സായി കാക്ക, നിങ്ങൾക്ക് ഇനി മരിച്ചൂടെ, നിങ്ങൾ ഇനി പൈസ ഉണ്ടാക്കാൻ നടക്കണമെന്ന് ചോദിച്ചാൽ അയാൾക്ക് അപ്പോഴും ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. പേരക്കുട്ടിയെ കെട്ടിക്കേണ്ടതുണ്ടാവും, മകൻ്റെ മകന് വീടുണ്ടാക്കി കൊടുക്കേണ്ട പണി ഉണ്ടാവും. ഒരുപാട് ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് ആ മനുഷ്യൻ അപ്പോഴും ഓടുന്നത്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, വൽ ഹിർസു അലൽ ഉംരി, ആയുസിനോടുള്ള ആർത്തിയാണ്. എത്ര കിട്ടിയാലും ഇത്ര വയസ്സ് ജീവിച്ചല്ലോ, ഇനിയിപ്പോൾ അധികമൊന്നും വേണ്ട. ആലോചിച്ച് നോക്കൂ, അധികം ആയുസ് കിട്ടുകയും ആ ആയുസ് നന്മ ചെയ്യുകയും ചെയ്താൽ അത് ഫലപ്രാപ്തിയുള്ള ജീവിതമാണെന്ന് റസൂലുള്ള പറയുന്നുണ്ടെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ 63-ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് ആ ഹജ്ജിന് നേതൃത്വം കൊടുത്ത് ആ ഹജ്ജ് കഴിഞ്ഞ് ആ മണ്ണിൽ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് പറയുന്നുണ്ട്, അല്ലാഹുവേ, എൻ്റെ ഉത്തമരായ 2 കൂട്ടുകാർ അബൂബക്കർ സിദ്ദീഖും റസൂലുള്ളയും 63-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. എനിക്കും ഈ 63-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, രക്തസാക്ഷിയാവണമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയോ, യുദ്ധത്തിന് പോണ്ടേ? രാജ്യത്തിൻ്റെ അതിർത്തിയിൽ സൈന്യത്തോടൊപ്പം ചേർന്നെങ്കിലല്ലേ രക്തസാക്ഷിയാവുള്ളൂ. നിങ്ങൾ രക്തസാക്ഷിയാവണേന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ റബ്ബിനോടാണ്, നിങ്ങളോടല്ല പ്രാർത്ഥിക്കുന്നത്. എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച റബ്ബിനോടാണ്. അത് കഴിഞ്ഞുള്ള തുടർ മാസത്തിലാണ് സുബൈ നമസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ കുത്തേറ്റ് മരിച്ചു പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ആയുസ് കിട്ടിങ്ങനെ ഭൂമിയിൽ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ മനുഷ്യന്മാർ ആഗ്രഹിക്കും. അത് മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്. സമ്പത്ത് എത്രയുണ്ടെങ്കിലും അത് തീർന്നു പോകുമെന്നും ഇനിയും കൂടുതൽ കുമിച്ചുണ്ടാക്കണമെന്നും ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹ് പറയുന്നുണ്ട് കേട്ടോ. റസൂലുള്ള പറയാ, അല്ലാഹ് പറയുന്നു എന്ന് പറഞ്ഞ റസൂലുള്ള പറയാ, യാ ഇബ്ന ആദം, മനുഷ്യരെ, തഫറഗ് ലി ഇബാദത്തി അംലൗ സദ്റു ഖഗീനൻ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഈ സമയങ്ങളിൽ അല്പം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാർക്കുള്ള 24 മണിക്കൂറുണ്ടല്ലോ, അതിൽ കുറച്ച് സമയം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ എന്താ ദുന്യാവിൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണം? അംലൗ സദ്റ ഖഗീനൻ, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹ് ഐശ്വര്യം നിറക്കും. ജീവിത തിരക്കുകൾക്കിടയിൽ സമ്പത്ത് സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അല്പസമയം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചാൽ വഅസുദ്ദു ഫഖറക, നിങ്ങളുടെ ദാരിദ്ര്യം നമ്മൾ നീക്കിത്തരും. മനസ്സിൽ ഐശ്വര്യം വരും, മനസ്സിൽ ഐശ്വര്യം കിട്ടും, ജീവിതത്തിൽ കാണുന്ന ദാരിദ്ര്യ കാഴ്ചകളില്ലാതായിത്തീരും. വഇല്ലാത്ത ഫൽ, ഈ തിരക്കുകൊണ്ട് സമയം മതിയാകുന്നില്ല, എന്നിട്ടല്ല ഇപ്പം ഇബാദത്തിന്, എന്നിട്ടല്ല അള്ളാഹ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കൽ തോന്നിയിട്ട് നിങ്ങൾ നെട്ടോട്ടം ഓടുകയാണെങ്കിലോ, മലഅ്തു യദൈക ശുഗ്ലൻ, നിങ്ങളുടെ മുമ്പിൽ ജോലികൾ ഇങ്ങനെ നിറച്ചു തരും.
ഒന്ന് കഴിയുമ്പോഴേക്കൊന്ന് ചെയ്യേണ്ടി വരും. ഒരു വിശ്രമമില്ലാതെ നിങ്ങൾ ഓടും. എന്നാലോ വല മസുദ്ദ ഫഖ്റക്, നിങ്ങളെ ദാരിദ്ര്യം നീങ്ങിപ്പോവില്ല, അത് തടയാൻ കഴിയില്ല. നിങ്ങൾക്ക് പണിയോട് പണിയായിരിക്കും, ഒഴിവില്ലാത്ത ജോലിയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ടോ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമോ സങ്കല്പിക്കാൻ കഴിയാത്ത പ്രാരാബ്ധങ്ങളുടെ നടുവിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക എന്നു റസൂലുള്ള സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ലിക്കുല്ലി ഇൻസാനിൻ സലാസത്തു അഖില്ല, എല്ലാ മനുഷ്യന്മാർക്കും 3 കൂട്ടുകാരുണ്ട് കേട്ടോ. എല്ലാ മനുഷ്യർക്കും 3 കൂട്ടുകാരുണ്ട്. എന്നിട്ട് പറഞ്ഞു, വഅമ്മാ ഖലീലുക യഖൂൽ, എന്ന ഒരു കൂട്ടുകാരൻ നിന്നോട് പറയും, മാ അൻഫഖ്ത ഫലക വമാ അംസക്ത ഫലൈസ ലക. ഒരു കൂട്ടുകാരൻ ആരാണ്? ഫദാലിക മാലുഹു, അവൻ്റെ സമ്പത്താണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നമ്മളോട് പറയും, നീ ജീവിതത്തിൽ ചെലവഴിച്ചത് എന്തൊക്കെയുണ്ടോ അത് നിനക്കുണ്ട്, നീ സൂക്ഷിച്ച് പിശുക്കി വെച്ചത് എന്തൊക്കെയുണ്ടോ അതൊന്നും നിൻ്റേതല്ല എന്ന് അവൻ പറഞ്ഞു ഒഴിയും. പിന്നെ മറ്റൊരു കൂട്ടുകാരൻ, ഫൈദ അതൈത ബാബൽ മലിക്, അള്ളാഹുവിൻ്റെ സവിധത്തിൽ നീ മരിച്ചവിടെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ ആ സമ്പത്ത് ആദ്യമേ പറയും, നീ സമ്പാദിച്ചതുണ്ട്, ഇതോ അവൻ്റെ കുടുംബമാണ്. അവൻ വഴിവിട്ട് സമ്പാദിച്ചതൊക്കെ കുടുംബത്തെ ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനാ. ആ കുടുംബം പറയും, ഇവനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ തറക്തുക, അന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടോ, ഇത്രയേ ഉള്ളൂ ഞാനുമായിട്ടുള്ള ബന്ധം. വറജഅതു, ഞാൻ മടങ്ങിപ്പോവാൻ, എനിക്കിനി പണി ബാക്കിയുണ്ട്, ഇന്ന് കട അവധിയാക്കി കൊടുത്ത, വാപ്പ മരിച്ചുകൊണ്ട് ഇന്ന് അവധി കൊടുത്താൽ നാളെങ്കിലും തുറക്കണ്ടേ. അപ്പോൾ ഓൻ പിന്നെ തിരിച്ചു പോരും. ഫദാലിക, അത് അഹ്ലഹു വഹസിമഹു, അവൻ്റെ ജീവിതവും അവൻ്റെ കുടുംബങ്ങളും അവൻ്റെ ചുറ്റുപാടുമാണ്. വേലക്കാരും മറ്റുള്ളവരൊക്കെ തിരിച്ചു പോകുന്നു, ആരും ഖബറിൽ ഒപ്പം ഉണ്ടാവില്ല. 3ാമത്തെ കൂട്ടുകാരൻ റസൂലുള്ള പറഞ്ഞു, അനമ അക്ക, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഹൈസു ദഖൽത, നീ എവിടെ പ്രവേശിച്ച അവിടെ ഞാനുണ്ട്. വൈ ഹൈസു ഹറജ്ത, നീ എവിടെയൊക്കെ പുറപ്പെട്ട അവിടെയും ഞാനുണ്ട്. ഫദാക അമലുഹു, അതാണ് ആ മനുഷ്യൻ്റെ കർമ്മ പുസ്തകം, അവൻ്റെ അമലുകൾ എന്ന് റസൂലുള്ള സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വഴിവിട്ട് സമ്പാദിച്ച്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്ത് മക്കൾക്ക് അനന്തരം കിട്ടുമ്പോൾ ഓർക്ക് അതിൻ്റെ കഷ്ടപ്പാടൊന്നും അറിയില്ല. അവർക്ക് കുറേ കാശ് കിട്ടുകയാണ്, അതെങ്ങനെയൊക്കെയോ വാരി ബദറി കളയും ചിലപ്പോൾ. അപ്പം നമ്മൾ ജീവിക്കുന്ന കാലത്ത് സത്യസന്ധമായ ജീവിതം, സംശുദ്ധമായ സമ്പാദ്യം, അധാർമികത നയാത്ത ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇപ്പറഞ്ഞ മൂല്യവത്തായൊരു ജീവിതമുണ്ടാവുക. അല്ലെങ്കിൽ മനുഷ്യൻ സാമ്പത്തിക പ്രമത്തതയിലേക്ക് വഴുതി വീഴുമ്പോൾ ഹക്കും ബാത്തും ഇല്ലാതാവും, എല്ലാ ചതിക്കുഴിയിലും ചെന്ന് ചാടും. അതിന് അധ്യാപകരെന്നോ വിദ്യാർത്ഥികളെന്നോ വലിയ സാമ്പത്തിക ശേഷി ഉള്ളവനെന്നോ വ്യത്യാസമില്ലാതെ ആർത്തിയുടെ പിന്നാലെ മനുഷ്യർ പരക്കം പായുമ്പോൾ ആർത്തിയെ നിയന്ത്രിക്കാനും മനുഷ്യൻ്റെ സ്വാർത്ഥതയെ നിയന്ത്രിക്കാനും ഒക്കെ മനുഷ്യനെ പാകപ്പെടുത്തി ഈമാനാണ്. ആ ഈമാനിൽ അടിയുറച്ച് വിശ്വാസവുമായി മുന്നോട്ട് പോവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.